ഹലോ ഫ്രണ്ട്സ്, ഹാക്ക് ആൻഡ് ആൻഡ്രോയിഡ് ടിപ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതുൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണ് റൂട്ടിംഗ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. എന്താണ് റൂട്ടിംഗ് എന്ന് പലർക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഫുൾ ആക്സസ് നമുക്ക് ലഭിക്കുക എന്നാണ്. അഥവാ നമ്മുടെ ഫോണിൽ നമ്മുടെ ഓരോ മാനുഫാക്ചേഴ്സ് നമുക്ക് ഫോൺ ഉണ്ടാക്കി തരുന്ന കമ്പനികൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള റൂൾസ് നമുക്ക് എടുത്തു കളഞ്ഞൊരു പ്യുവർ ആൻഡ്രോയിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ റൂട്ട് ചെയ്യുന്നത്. അതുപോലെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉപയോഗങ്ങളുണ്ട്, അതിനി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് റൂട്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ആപ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് പല കമ്പനികളും പല ആപ്സും നമുക്ക് ഇൻബിൽട്ടായിട്ട് തരുന്നുണ്ട്. അഥവാ ഒരു സാംസങ് ഫോണാണെങ്കിൽ സാംസങ്ങിൻ്റെ കുറേ ആപ്സ് ഉണ്ടാവും, അതിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്തത്. അങ്ങനത്തെ ആപ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ വൈഫൈ ഹാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ റൂട്ടഡ് ഫോണുകളിൽ പറ്റും. അഥവാ വൈഫൈ മാത്രമല്ല, ഒരുവിധം ഹാക്കിങ്സൊക്കെ നമുക്ക് റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ പറ്റും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ആപ്സ്, അഥവാ ചില ആപ്സിന് നിങ്ങൾ പ്ലേ സ്റ്റോറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു റൂട്ട് പെർമിഷൻ വേണം അല്ലെങ്കിൽ റൂട്ട് ആക്സസ് വേണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൂട്ട് പെർമിഷൻസൊക്കെ നമുക്ക് റൂട്ട് ചെയ്താൽ കിട്ടും. അഥവാ ചില ഫോണിന് ഓരോ പെർമിഷൻസ് കിട്ടിയാൽ മാത്രം വർക്ക് ചെയ്യുന്ന ചില ആപ്സൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആപ്സ് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ WPS ടെസ്റ്ററിലൊക്കെ റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹാക്കിംഗ് സാധ്യമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഉള്ളത് നമുക്ക് കസ്റ്റം റിക്കവറീസ്. അഥവാ കസ്റ്റം റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സാധാ കമ്പനികൾ ഉണ്ടാക്കി തരുന്ന ഒരു റിക്കവറി മോഡ് ഉണ്ടാവും. അഥവാ അപ്ഡേഷനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫയൽസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ഓക്കെ, അപ്പോൾ ആ ആപ്സൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ കസ്റ്റം റിക്കവറികളുണ്ട്. അഥവാ TWRP, CWM അങ്ങനെയുള്ള കുറേ കസ്റ്റം റിക്കവറികളുണ്ട്. ഇനി കസ്റ്റം റിക്കവറികളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇനി വരുന്ന ഇതിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കസ്റ്റം റിക്കവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് കസ്റ്റം റോംസ്, അഥവാ സൈനോജൻ മോഡ്. അങ്ങനെയുള്ള കുറേ കസ്റ്റം റോംസ് ഉണ്ട്. ലീനേജ് OS, ഹെക്സാജൻ, അങ്ങനെ കുറേ OSകളുണ്ട്. അഥവാ പ്യുവർ ആൻഡ്രോയിഡിൻ്റെ ഒരു വകഭേദം എന്നൊക്കെ പറയാം, മോഡ് ഒക്കെ വേണമെങ്കിൽ പറയാം, മോഡിഫൈഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആപ്സ്, അങ്ങനെയുള്ള OS ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫോൺ ഒറിജിനൽ അപ്ഡേഷൻ വരാത്തതാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഇനി നോക്കാനുള്ളത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സിസ്റ്റം ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സിസ്റ്റം ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാറ്ററി നമുക്ക് അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നതിലൂടെ നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് റൂട്ട് ആക്സസോട് കൂടി മാത്രം വർക്ക് ചെയ്യുന്ന കുറേ ബാറ്ററി ബാക്കപ്പ് വർദ്ധിപ്പിക്കാനുള്ള ആപ്സ് ഉണ്ട്. ഈ ഐസ് ബോക്സ്, ഗ്രീനിഫൈൽ, റൂട്ട് ആക്സസോട് കൂടിയുള്ളത്, അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ഫോണിൻ്റെ പെർഫോമൻസ് വളരെ അധികം ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. കാരണം നമുക്ക് അതിനായിട്ട് കുറേ ആപ്സ് ഉണ്ട്. പിന്നെ റൂട്ട് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, ഈ ബാക്ക്ഗ്രൗണ്ടുള്ള ആപ്സൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അതിന് ആപ്സും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറഞ്ഞ് സൂപ്പർ പെർമിഷൻ, അതാണ് ഇനി അടുത്തതായിട്ടുള്ളത്. അഥവാ സൂപ്പർ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റൂട്ട് ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അഥവാ റൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞ ഫോണിൽ ഒരു പ്രത്യേക ബൈനറി കോഡ് ആണ് ഈ സൂപ്പർ എന്നിട്ടുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ബൈനറി കോഡാണിത്.
ആ സെറ്റ് ഓഫ് ബൈനറി കോഡ്സാണ് ഈ സൂപ്പർ സൂ. അങ്ങനെ ആ കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആപ്സിൻ്റെയും റൂട്ടിൻ്റെ പെർമിഷൻ ലഭിക്കാനാണ് ഈ സൂപ്പർ സൂ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ റൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ദൂഷ്യവശങ്ങൾ. അപ്പോൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും ഒഴിവാക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അഥവാ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് ജെയിൽ ബ്രേക്ക് ചെയ്തിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഫോണിൽ റൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിൻ്റെ വാറൻറ്റി നഷ്ടമാവും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ഫോണുകളാണ് റൂട്ട് ചെയ്യാൻ നല്ലതെന്നാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ട് 1 ഇയർ ആവാത്ത ഫോൺ റൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറൻറ്റി ലഭിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ചില ഫോണുകളിലൊക്കെ ഉണ്ട് യുറേക്ക, ഇതിലൊക്കെ നമുക്ക് റൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വാറൻറ്റി ലഭിക്കും. പിന്നെ അടുത്തതായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് ബ്രിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ബ്രിക്ക് എന്നുള്ള വേർഡ് റൂട്ടിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ടതാണ്. ബ്രിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഫുൾ ഡെഡാവും. ഓക്കെ, അപ്പോൾ അതിനുദ്ദേശിക്കുന്നത് നമ്മുടെ ഫോൺ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു റിക്കവറി മെനുവിലേക്ക് പോകാൻ പറ്റില്ല, ഫോൺ ഓൺ ആവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാവും. ബ്രിക്ക് എന്നുള്ള വേർഡ് നമുക്ക് കാണിക്കുന്ന പോലെ തന്നെ കല്ല് പോലെ ഇപ്പോൾ നമ്മുടെ ഫോൺ. അങ്ങനെ അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ചില പണികളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ട് എത്രത്തോളം പെർസെൻറ്റേജ് വർക്കാവെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് റൂട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷവശങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫോണിന് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻസ് ലഭിക്കില്ല. അഥവാ നമുക്ക് ഇനി ഒഫീഷ്യലായിട്ട് നമ്മുടെ കമ്പനി തരുന്ന അപ്ഡേഷൻസ് നമുക്ക് ലഭിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ അവരുടെ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് ഫോണിൻ്റെ എങ്ങനെയൊക്കെ റൂട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫോൺ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് 2 മെത്തേഡാണ് ഉള്ളത്. അഥവാ ഒന്ന് നമ്മുടെ 1 ക്ലിക്ക് റൂട്ട്. കുറേ ആപ്സ് ഉണ്ട്, നമുക്ക് ഒരു 30ന് മുകളിൽ ആപ്സ് നമുക്ക് കിങ് റൂട്ട് അങ്ങനെ കുറേ ആപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് അതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ PC വെച്ചിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൺ റൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഓഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു TWRP ഫ്ലാഷ് ചെയ്യാം. ഓഡിൻ തന്നെ വേണമെന്നില്ല, സാധാ സിപ്പ് വെച്ചിട്ടും ഫ്ലാഷ് ചെയ്യാം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ TWRP മെനു കയറി ഒരു സൂപ്പർ സൂൻ്റെ ഫയൽ ഫ്ലാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ആണ് നമുക്ക് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റൂട്ടിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ ഫോൺ റൂട്ട് ചെയ്യാം ഒരു ക്ലിക്കിൽ തന്നെ എന്നുള്ള വീഡിയോ. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം, അഥവാ പുതിയതായിട്ടൊരു OS എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള അതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.